ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധം തുടരുകയാണ്. ഇസ്രായേൽ കരസേന ലെബനൻ കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിക്കുകയാണ്. തിങ്കളാഴ്ച മാത്രം 95 പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിയാണ് ഇസ്രായേലിന്റെ നടപടി. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം ആണ് നടക്കുന്നത്. ബെയ്റൂട്ടിൽ ആക്രമണം കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പലസ്തീനിൽ ഹമാസിനോടും യമനിൽ ഹൂതികളോടും സമാനമായ നടപടികൾ ആണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. ഹൂതികളുടെ പ്രധാന നേതാക്കളെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നശിപ്പിക്കും എന്ന നിലപാടിലാണ്. ഹിസ്ബുള്ള പോരാളികളുടെ പൊട്ടിത്തെറിച്ച പേജറുകൾ വിറ്റ മലയാളിയായ നോർവീജിയൻ പൗരനെതിരെ അന്താരാഷ്ട്ര വാറണ്ട്. റിൻസൺ ജോസിനെ കണ്ടെത്താനാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്. പേജറുകൾ ലെബനന് വിറ്റത് റിൻസൺ ജോസ് ആണ് എന്നാണ് നിഗമനം. പേജറുകൾ പൊട്ടിത്തെറിച്ച് 39 പേർ മരിക്കുകയും 3000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ റിൻസനെ കണ്ടെത്താനാണ് നോർവീജിയ വാറണ്ട് പുറപ്പെടുവിച്ചത്.